ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്താ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇന്നലെ ഞാൻ എവിടെ വരെ പഠിപ്പിച്ചു? കഴിഞ്ഞ സെഷനിൽ ഞാൻ പ്ലാൻ ഗ്രോത്ത് പഠിപ്പിച്ചു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത്, പിന്നെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ എങ്ങനെയാ, പിന്നെ ടൈപ്സ് ഓഫ് ഗ്രോത്ത് റേറ്റ്, രണ്ട് അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റും ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന് ആവശ്യമുള്ള എന്താ? ഈ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയ ഹോർമോൺസ്, അവരെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആവാം. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്മെന്റ് ആക്ച്വലി എല്ലാ ചേഞ്ചസ് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നത്, അതായത് ഒരു ലൈഫ് സൈക്കിളില് ആ ഒരു ഓർഗാനിസത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു, അതായത് ഫ്രം ജെർമിനേഷൻ ഓഫ് സീഡ്സ് ടു സെനസെൻസ്, സീഡ് ജെർമിനേറ്റ് ചെയ്ത് തുടങ്ങിയത് തൊട്ട് അത് മരിക്കുന്ന വരെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ പല ഫേസസ് ഓഫ് ഗ്രോത്തില് ഈ പ്ലാന്റ് എന്താ പല പല പാത്വേസ് പോവും, പിന്നെ പല പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും ഈ എൻവയോൺമെന്റൽ ചേഞ്ച് അനുസരിച്ച്. അപ്പോ ഈ പ്ലാന്റ്സിന്റെ എബിലിറ്റി, അതായത് ഒരു ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ കൊണ്ട് എന്താ അവര് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരുടെ എന്താ ഗ്രോത്ത് റേറ്റോ എന്തെങ്കിലും അവരുടെ ഡെവലപ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് പറയാ പ്ലാസ്റ്റിസിറ്റി. മനസ്സിലായല്ലോ? ഇനി വേറൊരു ടൈപ്പ് എന്താ? ഒക്കറൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ് ഇൻ ഡിഫറെന്റ് ഗ്രോത്ത് ഫേസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, അതിനെയാണ് പറയാ ഹെട്രോഫിലി. മനസ്സിലായല്ലോ? അപ്പൊ അത് നമുക്ക് എഴുതാം. ഡെവലപ്മെന്റ് എന്താന്ന് പറഞ്ഞു, അത് എല്ലാ ചേഞ്ചസ് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നതാണ് ഡ്യൂറിങ് ദ ലൈഫ് സൈക്കിൾ ഫ്രം ജെർമിനേഷൻ ഓഫ് സീഡ് ടു സെനസെൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? പ്ലാസ്റ്റിസിറ്റി എന്താണെന്നാണ്. പ്ലാസ്റ്റിസിറ്റി എന്താ? അതാണ് എബിലിറ്റി ടു ചേഞ്ച് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ സ്റ്റിമുലൈ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്താ? ഹെട്രോഫിലി ഇൻ കോട്ടൺ, കൊറിയാൻഡർ. ഇതാണ് പ്ലാസ്റ്റിസിറ്റി. പിന്നെന്താ? വേറെ എന്താ പറഞ്ഞ? ഹെട്രോഫിലി എന്ന് പറഞ്ഞാൽ എന്താ? ഹെട്രോഫിലി എന്ന് പറയുന്നത് ഒക്കറൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓൺ സെയിം പ്ലാന്റ് ഇൻ ഡിഫറെന്റ് ഗ്രോത്ത് ഫേസസ്. ഇതിനെയാണ് എന്ത് പറയാ? നമ്മള് ഹെട്രോഫിലി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കടക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ആണ്, അതായത് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് NCERT നോക്കി കൊടുക്കാം. ഹെട്രോഫിലിൻ, കൊറിയാൻഡർ, കോട്ടൺ, ലാക്സ്പർ. പിന്നെ ചിലതായ എന്താ ഈ ബട്ടർ കപ്പിനൊക്കെ എന്താ അവർക്ക് ഡിഫറൻസ് ഇൻ ഷേപ്പ് ഉണ്ട് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എയർ ആൻഡ് ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ. അതായത് ബട്ടർ കപ്പിന് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്, ഇതിൽ നോക്ക്, അവർക്ക് എന്താ എയറിൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിന് സ്യൂട്ടബിൾ ആയ ലീവ്സ് ആണ് അവർക്ക് ഉണ്ടാവുക. പക്ഷെ വാട്ടറിലാവുമ്പോൾ ഇങ്ങനെ തിന്നായിട്ടുള്ള ഈ വീഡ്സ് ഒക്കെ പോലുള്ള ലീവ്സ് ആണ് അവർക്ക് ഉണ്ടാവുക. ഇതാണ് ഹെട്രോഫിലി. അപ്പോ ഗ്രോത്ത്, ഡിഫറൻഷിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്താ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഇവന്റ്സ് ഇൻ ദ ലൈഫ് ഓഫ് എ പ്ലാന്റ്. അപ്പൊ ബ്രോഡ്ലി നമുക്ക് ഡെവലപ്മെന്റ് ഈ ഗ്രോത്തും ഡിഫറൻഷിയേഷന്റെ സമ്മാന്ന് പറയാം. ഓക്കെ, ഇനിയാണ് നമുക്ക് വരുന്ന എന്താ പഠിക്കാനുള്ളത്? പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ. അതെന്താ? നമ്മുടെ ബോഡിയിലുള്ള പോലെ തന്നെ അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതെന്താ ഒരു റീജിയനിന്ന് വേറൊരു ടാർഗറ്റ് റീജിയനിലേക്ക് അവര് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? അവരാണ് പിന്നെ ഓരോ ഫിസിയോളജിക്കൽ റിയാക്ഷൻസ് എന്താ പറയാ നമ്മൾ ഹോർമോൺ ചെയ്യുന്ന പോലെ പ്ലാന്റിൽ ചേഞ്ചസ് ഉണ്ടാക്കുക. ഇനി എല്ലാ ഫൈറ്റോ ഹോർമോൺസ് എന്താ? ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. പക്ഷെ എല്ലാ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താ ഫൈറ്റോ ഹോർമോൺസ് ആണോ? അല്ല. ഇനി പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓർ നേച്ചർ ഓഫ് ദർ ആക്ഷൻ. അപ്പൊ ഫസ്റ്റ് വൺ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണവരുണ്ട്, പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യണവരുണ്ട്. അപ്പൊ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിൻസ്, സൈറ്റോകൈനിൻസ്, ഗിബെറലിൻസ്. അപ്പൊ ഇവര് ഗ്രോത്ത് എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യും? ഈ സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെന്റ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത് അവര് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഇനി പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആയത് ആബ്സിസിക് ആസിഡും എത്തിലിനും.
അത് ആക്ച്വലി ഈ പ്ലാന്റിന് വല്ല മുറിവുണ്ടായി അല്ലെങ്കിൽ വല്ല സ്ട്രെസ് ഉണ്ട്, എൻവയോൺമെന്റൽ സ്ട്രെസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്ത് പ്ലാന്റ് ഗ്രോ ചെയ്യാൻ പാടില്ല. കാരണം ഗ്രോ ചെയ്താൽ കൂടുതൽ എനർജി വേണം, ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം, പ്ലാന്റിന് ജീവിക്കാൻ പറ്റില്ല, ചത്തുപോകും. അപ്പൊ ആ സമയത്ത് ഗ്രോത്ത് ടെമ്പററി ഒന്ന് അറസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് എന്താ പറയാ, ഡോർമൻസി അല്ലെങ്കിൽ ആബ്സിസിഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്, അതായത് ഓൾ ഫൈറ്റോ ഹോർമോൺസ് എന്താ ആർ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ബട്ട് ഓൾ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താ ആർ നോട്ട് ഫൈറ്റോ ഹോർമോൺസ്. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ എന്താ നേച്ചർ ഓഫ് ദർ ആക്ഷൻസ്. ഫസ്റ്റ് വൺ എന്താ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഓക്സിൻസ്, സൈറ്റോകൈനിൻസ്, പിന്നെന്താ ഗിബെറിലിൻസ്. ഇനി രണ്ടാമത്തെ എന്താ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്താ ആബ്സിസിക് ആസിഡ് ഉണ്ടാവും, എത്തിലീനും ഉണ്ടാവും. ഇത് ഓരോ ഹോർമോണും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്, ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡ് അല്ല, സോറി, ഓക്സിൻസ്. അപ്പോ ഓക്സിൻ ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡ് ഡിവൈഡ് ചെയ്ത് അതിന്റെ മീനിങ് ആണ് ഓക്സെയിൻ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ. അപ്പൊ ഇത് ആക്ച്വലി നമ്മളുടെ ചാൾസ് ഡാർവിൻ ഉണ്ട്. ചാൾസ് ഡാർവിൻ ആണ് ഈ ഫോട്ടോട്രോപ്പിസം പഠിക്കാൻ ഫസ്റ്റ് സ്റ്റഡി ചെയ്ത് തുടങ്ങിയത്. ഫോട്ടോട്രോഫിസം നമ്മളുടെ ആരാണ്, ചാൾസ് ഡാർവിൻ ആണ്. ഡാർവിൻ കണ്ടത് എന്താ, ഈ ഒരു തരം ഗ്രാസ് ഉണ്ട് അവിടെ, ഈ ഡാർവിന്റെ ഒക്കെ സ്ഥലത്തുള്ള പോലെ കാനറി ഗ്രാസ് എന്ന് പറയും. അതിന്റെ ടിപ്പിൽ ലൈറ്റ് ഫോൾ ചെയ്ത് എന്തുണ്ടാവും, ഈ കോളിയോപ്റ്റൈൽ ഇല്ലേ, അത് എന്താ പറയാ, കോളിയോപ്റ്റൈൽ എപ്പോഴും എന്താ ഈ ലൈറ്റിന്റെ സ്ഥലത്തേക്ക് അവർ കേർവ് ചെയ്യും. ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് ആ സ്ഥലത്തേക്ക് കേർവ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ എന്താ ഫോട്ടോട്രോപ്പിസം എന്ന് പറയാം. പിന്നെ വേറെ രണ്ട് സയന്റിസ്റ്റ് ബോയ്സൺ ആൻഡ് ജെൻസൺ എന്താ ഈ എവീന സെറ്റൈവ എന്ന് പറയുന്നത് നമ്മളുടെ ഓട്ട് പ്ലാന്റ് ആണ്. അതിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. അവരെന്ത് ചെയ്തു, ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ അവര് കോളിയോപ്റ്റൈന്റെ ടിപ്പ് മാറ്റിയിട്ട് എന്ത് ഒരു സ്റ്റംപാക്കി വെച്ചു. ഇനി നമ്മൾ ആ സ്റ്റമ്പിന്റെ മീതെ ലൈറ്റ് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തുണ്ടാവും, ഈ കോളിയോപ്റ്റൈൽ ടിപ്പ് എപ്പോഴും എന്താ ഈ പോസിറ്റീവ് കർവേച്ചർ കൊടുക്കും, അതായത് ലൈറ്റിന്റെ അവിടേക്ക്. അപ്പൊ ഇതാണ് എന്താ പറയാ ഫോട്ടോട്രോപ്പിസത്തിന്റെ ഓരോ എക്സ്പെരിമെന്റ്സ് ചെയ്ത് ചാൾസ് ഡാർവിൻ, ബോയ്സൺ ജെൻസൺ. പിന്നെ വേറെ ഒരെണ്ണം ഒരു FW വെന്റ് ഉണ്ട്. അത് എന്താ ഈ ഓട്സിന് എന്താ ഗാർ പ്ലേറ്റിൽ എന്ത് ചെയ്തു, ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രോത്ത് സബ്സ്റ്റൻസ് ആഡ് ചെയ്തു, അതിനെയാണ് ഓക്സിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ക്രെഡിറ്റ് ഓഫ് ഓക്സിൻ ഡിസ്കവറീസ് ആക്ച്വലി ഗോസ് ടു ആരാ, FW വെന്റ്. ഇതിനെയാണ് എന്താ പറയാ എവീന കർവേച്ചർ ടെസ്റ്റ് അല്ലെങ്കിൽ എന്താ ബയോഎസ്സി ഓഫ് ഓക്സിൻ. പിന്നെ വേറെ കുറെ സയന്റിസ്റ്റുകൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ഓക്സിൻ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഇനി ഓക്സിൻ ബയോസിന്തസിസ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, ഓക്സിൻ ബയോസിന്തസിസ് ആക്ച്വലി ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡ് ആണ് അവരുണ്ടാവുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താ സിങ്ക് അയോൺ എന്നാണ് അവരെന്ത് ചെയ്യും ഓക്സിൻ ബയോസിന്തസിസ് ഉണ്ടാവുന്നത്. ഇനി ഈ നമുക്ക് ഓക്സിൻ എങ്ങനെ ഡീഗ്രഡേഷൻ എങ്ങനെ ചെയ്യാം, അത് ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ഉണ്ട്, ഇൻഡോലെസ്റ്റിക് ആസിഡ് ഓക്സിഡേഷൻ വഴി, അല്ലെങ്കിൽ ഫോട്ടോ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി ചില കോമ്പൗണ്ട്സ് ഉണ്ട്, അതിനെ നമുക്ക് ഓക്സിനായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഓക്സിനായി കൺവേർട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്താ പറയാ ഓക്സിൻ പ്രിക്കേഴ്സേഴ്സ്. പക്ഷെ ചില കോമ്പൗണ്ട്സ് എന്താ ഓക്സിന്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും, അതിനെ നമ്മൾ എന്ത് പറയും ആന്റി ഓക്സിൻസ്. ഇപ്പൊ നാച്ചുറൽ ഓക്സിൻസ് എന്താ, ദീസ് ആർ നാച്ചുറലി ഒക്കറിങ് ഓക്സിൻസ് ഇൻ പ്ലാന്റ് ആണ്. അപ്പൊ അത് കാരണമാണ് അവരെന്ത് നമ്മൾ പറയാ ഫൈറ്റോ ഹോർമോൺസ്. അപ്പൊ നാച്ചുറലി ഒക്കറിങ് ഓക്സിൻസ് ഇൻ പ്ലാന്റ്സിനെ നമ്മൾ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയാം. യൂണിവേഴ്സൽ ഓക്സിൻ ആക്ച്വലി ഇൻഡോൾ 3 എസിറ്റിക് ആസിഡ് ആണ്. ആക്ച്വലി എല്ലാ പ്ലാന്റ്സിലും ഫംഗയിലും ഉണ്ട്. ഇനി ഇതിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്താന്ന് നോക്കാം. ഓക്സിൻ എന്താ എപ്പിക്കൽ ഡോമിനൻസ്, അതായത് ഈ എപ്പിക്കൽ ബഡ് എന്താ നോർമലി ഹയർ പ്ലാന്റ്സിൽ എന്ത് ചെയ്യും
ഈ ലാറ്ററൽ ആക്സിലറി ബഡ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. അതിനെയാണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഷൂട്ട് ടിപ്പ് നമ്മൾ വെട്ടി മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ അത് എന്ത് പ്രൊമോട്ട് ചെയ്യും? ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഓക്സിന്റെ ഫംഗ്ഷൻ എന്താ? സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെന്റിനും സഹായിക്കും. അത് ആക്ച്വലി ടിഷ്യൂ കൾച്ചറും ഗ്രാഫ്റ്റിംഗും നമ്മൾ ഉപയോഗിക്കാം. പിന്നെ ഇന്റർനോഡ് ഷോർട്ടനിങ്, അതായത് ഈ ചില ആപ്പിളിന് പേരിൽ നമ്മൾ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡ്വാർഫ് ഷൂട്ട് ആക്കാൻ വേണ്ടി ഇന്റർനോഡ് ഷോർട്ടൻ ചെയ്യും ഈ ഓക്സിൻ. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും? നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മളുടെ മെയിൻ ആവശ്യം എന്താ? ഫ്രൂട്ട്സ് കൂട്ടാന്നുള്ളതല്ലേ. ഇനി പ്രിവെൻഷൻ ഓഫ് ലോഡ്ജിങ്. പ്രിവെൻഷൻ ഓഫ് ലോഡ്ജിങ് എന്ന് പറയുന്നത് എന്താ? അത് ഈ നമ്മൾ ഓക്സിൻ അധികം കുറെ ക്രോപ്സിൽ അല്ലെങ്കിൽ ഇമ്മച്വർ ലീവ്സിനും ഫ്രൂട്ട്സിൽ സ്പ്രേ ചെയ്താൽ അതെന്ത് പ്രിവെന്റ് ചെയ്യും? ലോഡ്ജിങ് ഓഫ് ക്രോപ്സ് പ്രിവെന്റ് ചെയ്യും. ഇനി റൂട്ട് ഇനീഷ്യേഷൻ. റൂട്ട് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില സ്റ്റെം കട്ടിങ് വെച്ചത് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അറിയാലോ, ഈ റോസ് ഒക്കെ നമ്മൾ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് ഒഴിച്ചിട്ട് അത് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ റൂട്ട് ഇനീഷ്യേഷന് സഹായിക്കുന്നത് ആരാ? ഓക്സിൻ. പ്രിവെൻഷൻ ഓഫ് ആബ്സിഷൻ ഉണ്ട്, പാർത്തനോകാർപ്പി ഉണ്ട്, സെലക്റ്റീവ് വീറ്റ് കില്ലർ ആണ്, ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് തിന്നിങ്, അങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഫിസിയോളജിക്കൽ ഇഫക്ട്സ്. ഫസ്റ്റ് ഒന്നാണ് എന്ത്? എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്താ പറയാ, നോർമലി എന്താ ഗ്രോയിങ് എപ്പിക്കൽ ബ്ലഡ് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ആക്സിലറി ബഡ്സ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? സെൽ ഡിവിഷൻ ആൻഡ് എൻലാർജ്മെന്റ്. ഇത് നിങ്ങൾ ഡയറക്റ്റ് പഠിക്കണം, കാരണം ഈ എന്താ പറയുക കീവേഡ്സ് MCQല് ചോദിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഹോർമോൺ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഷോർട്ടനിങ് ഓഫ് ഇന്റർനോഡ്സ്, അതെന്താ? ആപ്പിൾ പെയർ. പിന്നെ റൂട്ട് ഇനീഷ്യേഷൻ, അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയ സ്റ്റെം കട്ടിങ് ഉപയോഗിക്കാം. പിന്നെ പ്രിവെൻഷൻ ഓഫ് ആബ്സിഷൻ. ആബ്സിഷൻ എന്ന് പറയുന്നത് എന്താ? ഈ സെല്ല് സെനസെൻസ് ആവാണ്ടിരിക്കാൻ, കൊഴിഞ്ഞു വീഴാണ്ടിരിക്കാൻ സഹായിക്കും. സിക്സ്ത് വൺ എന്താ? ഫ്ലവർ ഇനീഷ്യേഷൻ. ഫ്ലവേഴ്സ് എന്താ പറയാ പൊട്ടി മുളയ്ക്കാൻ അവർ സഹായിക്കും. പിന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി എന്താ? അതായത് ഈ ചില ഫ്രൂട്ട്സ് ഉണ്ട്, ഈ ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ് അല്ലെങ്കിൽ ബനാന, അവര് നമുക്ക് എന്ത് ചെയ്യാം? വളർത്താൻ പറ്റും എന്തെങ്കിലും വിത്തൗട്ട് എനി പോളിനേഷനും ഫെർട്ടിലൈസേഷനും. അപ്പൊ അത് കാരണം ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാത്ത കാരണം എന്താ? സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. ഇക്കാലത്ത് നമുക്ക് ഈ ഓറഞ്ചിലൊക്കെ സീഡ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പ്രിഫറബിൾ ആണ് സീഡ്, അല്ലെങ്കിൽ മുന്തിരി. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നമുക്ക് സീഡ്സ് ആവശ്യമില്ല. അപ്പൊ സീഡ്സ് നമ്മൾ പ്രിഫർ ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യും? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് വാങ്ങും. അപ്പൊ അതിലാണ് അതിനെ സഹായിക്കുന്നത് ആരാ? നമ്മളുടെ ഓക്സിൻ. പിന്നെ സെലക്റ്റീവ് വീറ്റ് കില്ലർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സിന്റെ എന്ത്? ഫിസിയോളജിക്കൽ എഫക്ട്സ്. അപ്പൊ ഓക്സിൻ നമുക്ക് NCERT പഠിക്കാം. അപ്പൊ ഓക്സിൻ ആക്ച്വലി ഓക്സിൻ വേർഡിന്റെ മീനിങ് എന്താ? ടു ഗ്രോ. ഇത് ആക്ച്വലി ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ യൂറിൻ എന്നാണ് അവർ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്സിൻ എന്ന ടേം നമ്മൾ ആക്ച്വലി എന്താ? ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ് ഉണ്ട്, അതിനെയാണ് എന്താ പറയാ ആ ബേസിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഓക്സിൻ എന്ന് പറയാം. ഇനി ദേ ആർ ജനറലി പ്രൊഡ്യൂസ്ഡ് ബൈ എന്താ? ഗ്രോയിങ് എപ്പിസിസ് ഓഫ് ദ സ്റ്റെംസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു ഈ എപ്പിക്കൽ ഡോമിനൻസിന് സഹായിക്കുന്നതാണ്. പിന്നെ ഓക്സിന് എന്താ? ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ് ഉണ്ട്, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡിന്റെ ഫോമിലും കാണാം പ്ലാന്റ്സിന്. പിന്നെ സിന്തറ്റിക് ഓക്സിൻസ് എന്ന് പറയുന്നത് നാഫ്തലിൻ അസിറ്റിക് ആസിഡും 2,4-ഡൈക്ലോറോഫിനോക്സിഅസറ്റിക് ആസിഡ്. അപ്പൊ ഇത് നിങ്ങൾ പേര് പഠിച്ചു വെക്കണം, ഏതൊക്കെയാ സിന്തറ്റിക് ഓക്സിൻസും ഏതൊക്കെയാ നാച്ചുറൽ ഓക്സിൻസും. ഇനി ഓക്സിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ പോലെ എന്താ? ഇറ്റ് ഇനീഷ്യേറ്റ് റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്സ്. പിന്നെന്താ? ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യും. പിന്നെ അതെന്താ? ഈ പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്, അതായത് ആബ്സിഷൻ. അവരെന്താ പറയാ ഈ യങ് ഫ്രൂട്ട്സിന്റെ അവർ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ ഓൾഡ് ആയിട്ടുള്ള മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇല്ലേ, അവരൊരു യൂസ് ഇല്ല ആ പ്ലാന്റിന്. അപ്പൊ അവർക്ക് വെറുതെ എന്താ പറയാ നമ്മള് വാട്ടർ ന്യൂട്രിയൻസ് ഒക്കെ അവിടേക്ക് ഡയറക്റ്റ് ആയ ഈ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ ഒന്നും കിട്ടില്ല. അപ്പൊ അവരെന്ത് പ്രിഫർ ചെയ്യും? അതിനെ കൊല്ലാമെന്ന് പ്രിഫർ ചെയ്യും. പിന്നെ അതെ എപ്പിക്കൽ ഡോമിനൻസിനും സഹായിക്കുന്നതാണ്. ഇനി റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പിന് വേറെ പേരാണ് ഡീകാപ്പിറ്റേഷൻ.
അപ്പൊ ഷൂട്ട് ടിപ്പ് നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്കറിയാം അതെന്താ ലാറ്ററൽ ഗ്രോത്ത് ഓഫ് ബഡ്സ് എന്താ പ്രൊമോട്ട് ചെയ്യും. പിന്നെ വേറെന്താ ഞാൻ പറഞ്ഞു പാർത്തനോ കാർപ്പി, അതായത് ടൊമാറ്റോസോ അല്ലെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ചസ് ഗ്രേപ്സിലൊക്കെ പാർത്തനോ കാർപ്പി യൂസ് ചെയ്യും. ഹെർബിസൈഡും ആണ്. പിന്നെന്താ ആക്ച്വലി ഒരു 2,4-ഡൈക്ലോറോഅസിറ്റിക് ആസിഡ് എന്താ ആക്ച്വലി ഡൈക്കോട്സിനെ കൊല്ലും, പക്ഷെ മോണോകോട്സിനെ അവരെ എഫക്ട് ചെയ്യില്ല. പിന്നെ ഓക്സിൻസ് എന്താ സൈലം ഡിഫറൻഷിയേഷനും സഹായിക്കും, പിന്നെ സെൽ ഡിവിഷനും. ഇതാണ് ഓക്സിന്റെ എന്താ പറയാ ഫങ്ഷൻസ്. അപ്പൊ ഞാൻ ഓക്സിന്റെ ബയോഎസ്സേസ് കുറച്ച് എഴുതി തരാം. അതാണ് എവീന കർവേച്ചർ ടെസ്റ്റ്. എവീന കർവേച്ചർ ടെസ്റ്റ് ഉണ്ട്. അത് ആരാ FWN ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ്. വേറെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് എന്താ, അതായത് അപ്പൊ ക്രെഡിറ്റ് ഓക്സിൻ ഡിസ്കവർ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ത് എഴുതണം, ഓക്സിൻ ഡിസ്കവറി അതാണ് FW വെന്റ്. ഇത് ഓർത്ത് വെക്കാം. ഇനി നമുക്കപ്പോ അടുത്ത പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണായി നമുക്ക് പഠിക്കാം. അപ്പൊ ഗിബെർലിൻസ് ആക്ച്വലി ഫാമേഴ്സ് കണ്ടത് എന്തില്ല, ഈ റൈസ് സീഡ്ലിങ്സ് ഒക്കെ ഉണ്ട് ജപ്പാനില്. അവര് ഈ അരിയൊക്കെ എന്താ പറയാ നമ്മള് പാടങ്ങളിൽ അവര് വിതയ്ക്കുമ്പോ എന്താ പറയാ കുറച്ച് പെക്യുലർ സിംറ്റംസ് അവരെന്ത് ചെയ്യും കണ്ടു സീഡ്ലിങ്സിൽ, അതായത് ആ സീഡ്സിൽ. അതിനെയാണ് അവർ പറഞ്ഞത് എന്താ ബെക്കാനി ഡിസീസ് എന്ന് പറഞ്ഞു. അവര് എന്താ ബെക്കാനി ഡിസീസ് ഓഫ് റൈസ് സീഡ്ലിങ്സ്. ഇതിലെന്താ ഇത് ആക്ച്വലി ഒരു ഫംഗൈ ഗിബറല്ല, അതായത് ഒരു ആസ്കോമൈസീഡ്സ് ആണ്. അവരാണ് ഇത് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാ, കുറാസാവയും സ്വാതിയാണ്. ഇനി ഈ ഫംഗസ് എന്താ, 2 സയന്റിസ്റ്റ് ഉണ്ട്, യബൂട്ട ആൻഡ് സുമൂക്കി. അവര് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈ ഗിബറില്ല ഫംഗസ് എന്താ പറയാ എക്സ്ട്രാക്ട് ചെയ്തു. അത് കാരണമാണ് ഈ ഹോർമോണിന് എന്ത് പറഞ്ഞ ഗിബറിലിൻസ്. അപ്പൊ ഗിബർലിൻ ആക്ച്വലി എന്താ അസിഡിക് ആണ്, ഒരു റിംഗ് സ്ട്രക്ചർ ഉണ്ട് അവർക്ക്. ഇതിന്റെ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ആൻഡ് അപ്ലിക്കേഷൻസ് നോക്കണം. അതായത് എന്താ, ഇത് സ്റ്റെം അല്ലെങ്കിൽ ഇന്റർനോഡ് ഇലോങ്ങേഷന് സഹായിക്കും. പിന്നെ ഗിബർലിക് ആസിഡ് എന്താ ആക്ച്വലി ഇന്റർനോഡ് ഇലോങ്ങേഷൻ, ലീഫ് എക്സ്പാൻഷൻ എന്നൊക്കെ സഹായിക്കുന്ന കാരണം അത് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ നോർമലി യൂസ് ചെയ്യും. പിന്നെ ഈ ചില റോസറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ക്യാബേജ് റോസ് പോലുള്ള പ്ലാന്റ്സിൽ കാണുമ്പോൾ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ, അതിനെയാണ് നമ്മൾ റോസറ്റ് പ്ലാന്റ്സ് എന്ന് പറയണം. അപ്പൊ ആ റോസറ്റ് പ്ലാന്റ്സിനെ അവരെന്ത് സഹായിക്കും, ആ റോസറ്റ് പ്ലാന്റ്സിനെ അവര് എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു, ആ റോസറ്റ് പ്ലാന്റ്സിൽ അവര് എന്താ പറയാ സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കും. ഇതിനെയാണ് ബോട്ട്ലിംഗ് ഇഫക്റ്റ് എന്ന് പറയാം. പിന്നെ ഓക്സിൻ പോലെ പാർത്തനോ കാർപ്പിക്കോ ആണ്. പിന്നെന്താ ഈ ചില ജനറ്റിക് ഡ്വാർഫ് പ്ലാന്റ്സിന് അവരെന്ത് ചെയ്യും, ഗിബർലിൻസ് അടിച്ചു കൊടുത്താൽ അതെന്ത് ഈ ഇലോങ്ങേഷൻ ഉണ്ടാക്കും, അപ്പൊ ടോൾ ആയിരിക്കും. ഇനി ഈ കോൾഡ് ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ വെർണലൈസേഷൻ. ചില പ്ലാന്റ്സ് എന്താ ഈ ലോ ടെമ്പറേച്ചർ വേണം അവർക്ക് ഫ്ലവർ ആവാൻ. അപ്പൊ അതിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയണം. അപ്പൊ നമുക്ക് ആ കോൾഡ് ട്രീറ്റ്മെന്റ് കൊടുക്കണ എന്താ, ഈ കോൾഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ട് തന്നെ ഇങ്ങനത്തെ പ്ലാന്റ്സിനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഗിബർലിക് ആസിഡ് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഡോർമെൻസി ബ്രേക്ക് ചെയ്യാൻ, അതായത് ഞാൻ പറഞ്ഞു ഓക്സിൻ ഇൻഡ്യൂസസ് ഡോർമെൻസി അല്ലേ ആവശ്യമില്ലാത്തതിന്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാനും ഇത് സഹായിക്കും. സീഡ് ജെർമിനേഷന് സഹായിക്കും. പിന്നെ ഫെർമെന്റേഷൻ സഹായിക്കും. അത് എഴുതാം. അപ്പൊ ഫസ്റ്റ് ആണ് സ്റ്റെം ആൻഡ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ. രണ്ടാമത്തെ എന്താ ഇലോങ്ങേഷൻ ഓഫ് ജനറ്റിക്കലി ഡ്വാർഫ് പ്ലാന്റ്സ്. പിന്നെന്താ പാർത്തനോ കാർപ്പി, അതെന്താ ഓക്സിനും ചെയ്യും. പിന്നെന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ കോൾഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വെർണലൈസിങ്. പിന്നെന്താ ബ്രേക്കിംഗ് ഓഫ് ഡോർമെൻസി. ആറാമത്തെയാണ് സീഡ് ജെർമിനേഷൻ. പിന്നെന്താ ഫെർമെന്റേഷനും സഹായിക്കും. ഓക്കെ, വേറെ നമ്മൾ ഗിബർലിൻസ് എക്സ്ട്രാക്ട് ചെയ്ത് ആരാന്ന് നോക്കാം. അതാണ് യബൂട്ട ആൻഡ് സുമൂക്കി. 1938 എന്താ അവരാണ് എന്താ പറയാ ഫസ്റ്റ് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഗിബറില്ല ഫംഗസ് എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, ഇതാണ് ഗിബർലിൻസ്. അടുത്ത നമുക്ക്
അതിന് മുമ്പ് ഗിബർലിൻസിന്റെ ബയോ എസ് എന്താന്ന് നോക്കാം. ബയോ എസ് എന്താ, ഡ്വാർഫ് പി അല്ലെങ്കിൽ മെയ്സ് ടെസ്റ്റ് ഉണ്ട്. ഇതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കണ്ട, അത് ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. പിന്നെന്താ, സിന്തസിസ് ഓഫ് ആൽഫ amylase ആൻഡ് പ്രോട്ടിയേസസ് ഇൻ ജെർമിനേറ്റിംഗ് ഗ്രെയിൻസ് ഓഫ് സീരിയൽസ്. ബയോ എസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി പഠിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, ഇതാ രണ്ടാമത്തെ ബയോ എസ്. 3 ബയോ എസ് ഉണ്ട്, അല്ല ആക്ച്വലി 2 തന്നെ ഉള്ളൂ, സോറി. ഇതാണ് ഗിബർലിൻസ്. നമുക്ക് ഗിബർലിൻസിനെ കുറിച്ച് എന്താ പറയാ NCERT-യിൽ നോക്കാം. ഗിബർലിൻസ് എന്താ, അതും ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആണ്, അല്ല ഗ്രോത്ത് പ്രൊമോട്ടിംഗ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ആക്ച്വലി മോർ ദാൻ 100 ഗിബർലിൻസ് ആണ് പല ഓർഗാനിസത്തിൽ നിന്നും ഫംഗൈ ആൻഡ് ഹയർ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അതിന്റെ ഫോംസ് എന്താ, GA1, GA2, GA3, അത് 100 വരെ. ഇനി GA3 ആണ് ഫസ്റ്റ് ഗിബർലിൻസ് ടു ബി ഡിസ്കവേർഡ്. ഇത് ഓർത്ത് വെക്കണം. ഏത് ഗിബർലിക് ആസിഡ് നീറ്റിലൊക്കെ ചോദിക്കാറുള്ളതാണ്. GA1 ആണോ GA2 ആണോ, എല്ലാം ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചു വെക്കുക. ഗിബർലിക് ആസിഡ് GA3 ആണ് ഫസ്റ്റ് ഗിബർലിൻസ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് റിമെയിൻസ് ദ മോസ്റ്റ് ഇന്റൻസീവ്ലി സ്റ്റഡീഡ് ഫോം. ഇനി എല്ലാ ഗിബർലിക് ആസിഡ്സ് എന്താ, അസിഡിക് ആണ്. ഗിബർലിക് ആസിഡ്സ് ഉണ്ട്, അപ്പൊ ആസിഡ്സ് എന്ന് പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അസിഡിക് ആണ്. ഇനി അവര് പല ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഞാൻ പറഞ്ഞു, അതാണ് മെയിൻ ആണ് എന്താ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ആക്സിസ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്സ്. പിന്നെ എന്താ പറയുക, ഈ ആപ്പിൾ എന്നാണ് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇലോങ്ങേഷനെ സഹായിച്ച് ഷേപ്പ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ അവർ ഡിലേ ചെയ്യും സെനസൻസ്. അപ്പൊ അത് എന്താ, ഫ്രൂട്ട്സ് എന്താ ആക്ച്വലി എന്ത് ചെയ്യും, ഗിബർലിൻ കൊടുത്ത് ഈ ഗിബർലിൻ ഇൻജെക്ട് ചെയ്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്കത് ഈ വിൽക്കാനൊക്കെ വെക്കുമ്പോൾ എന്താ പറയാ, ചീഞ്ഞ് പോവില്ല പെട്ടെന്ന്. അപ്പൊ അവരുടെ ഷെൽഫ് ലൈഫ് കൂടും ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് പീരീഡ്. പിന്നെ ചില ഗിബർലിക് ആസിഡ് 3 എന്താ, അത് മാൾട്ടിങ് പ്രോസസ് ഞാൻ പറഞ്ഞു ഫെർമെന്റേഷൻ സഹായിക്കുന്നു. ഈ ബ്രൂവിങ് ഇൻഡസ്ട്രി, അതായത് ഈ കള്ളൊക്കെ ഉണ്ടാക്കണം, പലതരം വിസ്കി വൈനൊക്കെ ഉണ്ടാക്കുന്ന ഇതിന് മാൾട്ടിങ്, ബിയർ ഒക്കെ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. പിന്നെ ഈ ഷുഗർ കെയിൻ ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ആക്ച്വലി അവർ ഷുഗർ ആയിട്ട് ഇതിലെ സ്റ്റോർ ചെയ്യണത്, നമ്മൾ അതിന്റെ സ്റ്റെമ്മല്ലേ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഇലോങ്ങേഷന് വേണ്ടി സഹായിക്കാൻ ആരാ, നമ്മളെ ഗിബർലിൻ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ എന്ത്, ഗിബർലിൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ, സൈറ്റോകൈനിൻസ് ആണ്. ഈ സൈറ്റോകൈനിൻസ് ആക്ച്വലി ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് മില്ലർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ. അതെന്താ, അയാള് എന്താ ടൊബാക്കോ പിറ്റ് കൾച്ചറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അറിയാണ്ട് ആളുടെ എന്താ ഒരു ഓൾഡ് DNA ഉണ്ടായിരുന്നു. ഒരു ഹെറിങ് ഫിഷിന്റെ സ്പേം DNA ഉള്ള ഒരു DNA ബോട്ടിൽ ഉണ്ടായിരുന്നു. അതറിയാണ്ട് കൈ തട്ടി എന്ത് പോയി, കൾച്ചർ മീഡിയയില് ആ മറ്റേ ടൊബാക്കോ പിറ്റ് കൾച്ചറിൽ അത് പോയി. അപ്പൊ അങ്ങനെ എന്തുണ്ടായി, അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്താ അവര് കണ്ടുപിടിച്ചത്, ഈ ടൊബാക്കോ പിറ്റ് എന്താ ആക്ച്വലി ലോങ്ങർ പീരീഡ് ഓഫ് ടൈം വരെ ഗ്രോ ചെയ്യാൻ സഹായിച്ചു. അപ്പൊ അങ്ങനെയാണ് മില്ലറിന് മനസ്സിലായി ഈ ഹെറിങ് സ്പേം DNA-യിൽ എന്താ ഒരു ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെയാണ് അത് സെൽ ഡിവിഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ആക്റ്റീവ് സബ്സ്റ്റൻസിന് എന്ത് അയാൾ നെയിം ചെയ്തു, കൈനറ്റിൻ എന്ന് നെയിം ചെയ്തു. അപ്പൊ ഫസ്റ്റ് നാച്ചുറൽ സൈറ്റോകൈനിൻ ആക്ച്വലി ഐഡന്റിഫൈ ചെയ്ത് എന്താ പറയുക, മെച്യൂർ കോൺ ഗ്രെയിൻസിലാണ് ബൈ ലിത്താം. അപ്പൊ അതിനെന്താണ് സിയാറ്റിൻ എന്ന് പറഞ്ഞു. പക്ഷെ മോസ്റ്റ് കോമൺ സൈറ്റോകൈനിൻ പ്ലാന്റ്സ് എന്താ, സിയാറ്റിനും ഐസോപെന്റൈൽ അഡിനിൻ. ഇനി റൂട്ട് ടിപ്സ് ആണ് ആക്ച്വലി മേജർ സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് സൈറ്റോകൈനിൻ. ഈ കോക്കനട്ട് മിൽക്കിലും സൈറ്റോകൈനിൻ കണ്ടിട്ടുണ്ട്. ഹെറിങ് സ്പേം DNA, മെയ്സ്, കോക്കനട്ട് മിൽക്ക്, ഇതിലെല്ലാത്തിലും നമുക്ക് ഈ ഹോർമോൺ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഫിസിയോളജിക്കൽ ഇഫക്ട്സും ഫങ്ഷൻ എന്താ, അതാണ് എന്താ പറയുക, സെൽ ഡിവിഷനും സെൽ എൻലാർജ്മെന്റും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറയുക, സെക്കൻഡറി ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ഫോർമേഷൻ സഹായിക്കും, അതായത് ഇന്റർഫാസിക്കുലർ കേമ്പിയം. ഇന്റർഫാസിക്കുലർ കേമ്പിയം ആണ് അവർ അതിന്റെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്ത് അവരെന്ത് ഇൻഡക്ഷൻ ചെയ്യും, സെക്കൻഡറി ഗ്രോത്ത്. പിന്നെ കൗണ്ടർ ആക്ഷൻ ഓഫ് എപ്പിക്കൽ ഡോമിനൻസ്, അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് എപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യാണ്ട് അവരെന്ത് ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യും, ലാറ്ററൽ ഗ്രോത്ത് ഓഫ് ബഡ്സിനെ അവരെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ സീഡ് ജെർമിനേഷൻ സഹായിക്കും. പിന്നെ ഡിലേ ഇൻ സെനസൻസ്, ഏജിങ് പ്രോസസ് എന്താ,
ആക്ച്വലി ഇസ് യൂഷ്വലി അക്കംപനീഡ് വിത്ത് ദ ലോസ് ഓഫ് ഇതാണെന്നറിയാം, ക്ലോറോഫിൽ എന്നറിയാം. അപ്പൊ അതാണ് സെനസൻസ്. അപ്പൊ അത് പോസ്റ്റ്പോൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടിച്ചു കൊടുത്താൽ മതി, സൈറ്റോകൈനിൻ. പിന്നെ പാർത്തനോകാർപ്പി കുറച്ച് ഫ്രൂട്ട്സിൽ വരും. പിന്നെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ ഫ്ലവറിംഗ് ഇൻ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അതാണ് എന്താ പറയാ സൈറ്റോകൈനിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഇനി ഇതിന്റെ ബയോ എസ് എന്ന് പറയുന്നത് എന്താ, ടൊബാക്കോ പിത്ത് സെൽ ഡിവിഷൻ ടെസ്റ്റ് ആണ്. ടൊബാക്കോ പിത്ത് സെൽ ഡിവിഷൻ ടെസ്റ്റ് ആണ് ഇതിന്റെ ബയോ എസ്. വേറെ ബയോ എസ് ക്ലോറോഫിൽ പ്രിസർവേഷൻ ടെസ്റ്റ്, പിന്നെയാണ് സോയാബീൻ അല്ലെങ്കിൽ റാഡിഷ് കോട്ട്ലിഡൻസ് സെൽ ഡിവിഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൈറ്റോകൈനിൻസിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ എന്താ, ബൈ മില്ലർ. പിന്നെ ഫസ്റ്റ് നാച്ചുറൽ സൈറ്റോകൈനിൻ എന്താ, കോൺ ഗ്രെയിൻസിലാണ് കണ്ടുപിടിച്ചത്. അതിനെയാണ് സിയാറ്റിൻ എന്ന് പറയാം. ഇനി സൈറ്റോകൈനിൻ ആക്ച്വലി അഡിനിൻ ബേസിന്റെ ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഈ അഡിനിൻ ഇതെല്ലാത്തിന്റെ സ്ട്രക്ചേഴ്സ് പഠിക്കും. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയി ഒന്നും പറയുന്നില്ല, കാരണം ഇത് ബയോളജി ലെവലിൽ ആവശ്യമില്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞോ ഇരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ എന്താ, സെൽ ഡിവിഷൻ. സെക്കൻഡ് എന്താ, ഫോർമേഷൻ ഓഫ് ഇന്റർഫാസ്കുലർ കീമിയം, അത് കാരണം സെക്കൻഡറി ഗ്രോത്ത് ഇൻഡ്യൂസ് ചെയ്യും. പിന്നെന്താ, മോർഫോജെനസിസ്. നാലാമത്തെ എന്താ, കൗണ്ടർ ആക്ഷൻ ആണ് ഓഫ് എപ്പിക്കൽ ഡോമിനൻസ്. അപ്പൊ ഓക്സിൻ സൈറ്റോകൈനിൻ ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ ആണ്. അഞ്ചാമത്തെ എന്താ, ഡിലേ ഇൻ സെനസൻസ്. അതിനെയാണ് റിച്ച്മോണ്ട് ലാങ് ഇഫക്റ്റ് എന്ന് പറയാം. പിന്നെ ലിഗ്നിൻ ബയോസിന്തസിസ്, പിന്നെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഇൻഡ്യൂസ്. ഇതിന്റെ ബയോസിയുടെ പേര് നോക്കി വയ്ക്കുക, അതാണ് ടൊബാക്കോ പിത്ത് സെൽ ഡിവിഷൻ ടെസ്റ്റ്. പിന്നെന്താ, ക്ലോറോഫിൽ പ്രിസർവേഷൻ ടെസ്റ്റ്. പിന്നെ സോയബീൻ ആൻഡ് റാഡിഷ് കോട്ട്ലിഡൻസ് സെൽ ഡിവിഷൻ ടെസ്റ്റ്. ഓക്കെ, സൈറ്റോകൈനിൻസ് നമുക്ക് നോക്കാം. അത് ആദ്യം ഡിസ്കവേർഡ് ആസ് എന്താ, കൈനറ്റിൻ ആണ്, ഫോം ഓഫ് അഡിനിൻ ഫ്രം ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പെർം DNA. അത് നാച്ചുറൽ പ്ലാന്റ്സിൽ ഉണ്ടാവില്ല. നാച്ചുറൽ പ്ലാന്റ്സിൽ അത് ആക്ച്വലി കോൺ ഗ്രെയിൻസിൽ കണ്ടത് എന്താ, സിയാറ്റിൻ ആണ്, കോക്കനട്ട് മിൽക്കിലും. ഇനി നാച്ചുറൽ സൈറ്റോകൈനിൻസ് എവിടേക്ക് സിന്തസൈസ് ആണ്, ഈ റാപ്പിഡ് സെൽ ഡിവിഷൻ ഉള്ള സ്ഥലത്ത്, റൂട്ട് എപ്പിക്സ്, ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ്സ് അല്ലെങ്കിൽ യങ് ഫ്രൂട്ട്സിലാണ്. പിന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാ, ടു പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ്, ക്ലോറോപ്ലാസ്റ്റ്, ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്. പിന്നെ ഓവർകംസ് എപ്പിക്കൽ ഡോമിനൻസ്. പിന്നെ ന്യൂട്രിയൻ മൊബിലൈസേഷൻ സഹായിക്കും. അത് കാരണം എന്ത് ചെയ്യും, ഡിലേ ഓഫ് ലീഫ് സെനസൻസ് കാണും. ഇനി അടുത്ത പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്, റെഗുലേറ്റർ ആണ്, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. രണ്ട് ഇൻഹിബിറ്റേഴ്സ് ആണ്, എത്തിലീനും ആബ്സിസിക് ആസിഡും. അപ്പൊ എത്തിലീൻ എന്താ, കസിൻസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആക്ച്വലി ഈ റൈപ്പൻഡ് ഓറഞ്ചസ് ഒരു എന്താ പറയുക വോൾട്ടൈൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നതാണ്, സ്മെല്ലിങ്. അതാണ് ആക്ച്വലി എന്ത് ചെയ്യും, അതിന് തൊട്ടടുത്ത് എന്ത് ചെയ്യും, അൺറൈപ്പൻഡ് ബനാനാസ് വെച്ചിരുന്നു. അപ്പൊ ഈ ഓറഞ്ചസ്, പഴുത്ത ഓറഞ്ചസും ബനാനയും അടുത്ത് വെച്ചു. അപ്പൊ എന്തുണ്ടായി, അവര് നോട്ടീസ് ചെയ്തു എന്താ, ഈ ബനാനാസ് ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്തു, പഴുത്തു. അതിനുള്ള അവര് കണ്ടുപിടിച്ചതാണ് ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണ് റൈപ്പൻഡ് ഓറഞ്ചസിലുള്ള. ആ വോളറ്റൈൽ സബ്സ്റ്റൻസിനെയാണ് എത്തിലീൻ എന്ന് പറയുന്നത്. എത്തിലീൻ ആണ് ആക്ച്വലി എന്താ, ഒരു ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ഇനി ബയോസിന്തസിസ് ഓഫ് എത്തിലീൻ എങ്ങനെയാ, മെത്തിയോണിൻ എമിനോ ആസിഡ് വഴിയാണ് നടക്കുന്നത്. എത്തിലീൻ വേറെ സ്ഥലത്തും കാണും, എന്താ, റൂട്ട്സിലും വാട്ടർ ക്ലോക്ഡ് കണ്ടീഷൻസിലും കാണും. ഇനി ഇതിന്റെ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് എന്താന്ന് നോക്കാം. അതാണ് ഫസ്റ്റ് വൺ, ട്രിപ്പിൾ റെസ്പോൺസ്. ട്രിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ, എത്തിലീൻ 3 സാധനം ഉണ്ടാക്കും. അതായത് ഈ ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെം ഇൻഹിബിറ്റ് ചെയ്യും, പിന്നെ നോട്ട്സിന് സ്വെല്ലിങ് കാണിക്കും, പിന്നെ ജിയോട്രോപ്പിസം എന്ന് പറയുന്നത് റൂട്ട്സ് എന്താ പറയാ മണ്ണിനടിയിലേക്ക് ഡയറക്റ്റ് ആവാൻ അത് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ട്രിപ്പിൾ റെസ്പോൺസ്. പിന്നെ എന്തിനു സഹായിക്കും, ഈ ഓക്സിനെ പോലെ എന്ത്, ഈ എത്തിലീൻ എന്ത് ഫ്ലവറിങ് റിട്ടാർഡ് ചെയ്യും മോസ്റ്റ് പ്ലാന്റ്സ്. പക്ഷെ ചില പ്ലാന്റ്സ് ആയ പൈനാപ്പിളിൽ അവർ ഫ്ലവറിങ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ആബ്സിഷന് സഹായിക്കും, അതായത് ഫാസ്റ്റർ ആബ്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. പിന്നെ ഫ്രൂട്ട് റൈപ്പനിങ്ങിനും സഹായിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എന്താ പറയാ, എത്തിഫോൺ ഉണ്ട്, അത് ആക്ച്വലി ഒരു ലിക്വിഡ് ഫോം ആണ് എത്തിലീൻ ഗ്യാസിന്റെ. ആ സബ്സ്റ്റൻസ് എന്താ, നമ്മൾ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിന്റെ ബയോ എസ് എന്താ, ആക്ച്വലി ഒരു ട്രിപ്പിൾ പി ടെസ്റ്റ് ഉണ്ട്,
പിന്നെ ഒരു പി സ്റ്റെം സ്വെല്ലിംഗ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എത്തിലീൻ പഠിക്കാം. ഓക്കെ, ഇനി എത്തിലീനിന്റെ ഫങ്ഷൻസ് എന്താ? ട്രിപ്പിൾ റെസ്പോൺസ് ടെസ്റ്റ് ആണ്. ട്രിപ്പിൾ ടെസ്റ്റ് അല്ല, സോറി, ട്രിപ്പിൾ റെസ്പോൺസ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? എത്തിലീൻ ഇൻഹിബിറ്റ്സ് ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെം, പിന്നെന്ത് ചെയ്യും? സ്വെല്ലിംഗ് ഓഫ് നോഡ്സ് ഉണ്ടാക്കും. പിന്നെ ജിയോട്രോപ്പിസം നള്ളിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ വേറെ ഫങ്ഷൻ എന്താ? ഫ്ലവറിങ്ങിന് സഹായിക്കും. ചിലത് ഇൻഹിബിറ്റ് ചെയ്യും, ചിലത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ആബ്സിഷന് സഹായിക്കും. പിന്നെ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കും. പിന്നെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള എത്തിലീനിന്റെ ഫോമിനെയാണ് എത്തിഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബയോഎസ്സേസ് ആണ് നോക്കുന്നത്. ബയോഎസ്സേസ് എന്താ? ഫസ്റ്റ് ഒരു ട്രിപ്പിൾ പി ടെസ്റ്റ് ഉണ്ട്, പിന്നെ പി സ്റ്റെം സ്വെല്ലിംഗ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ എത്തിലീൻ എന്താ? ഞാൻ പറഞ്ഞത് ഗേഷ്യസ് ആണ്. ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. അത് ആക്ച്വലി റൈപ്പനിങ് ഫ്രൂട്ട്സും ഈ ഓൾഡ് ഏജ് എത്തുന്ന ഫ്രൂട്ട്സ് ആണ് ആക്ച്വലി ലാർജ് അമൗണ്ട്സ് എത്തിലീൻ സെക്രീറ്റ് ചെയ്യാം. എത്തിലീൻ എന്ത് സഹായിക്കും? ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സും സഹായിക്കും, സ്വെല്ലിംഗ് ഓഫ് എപ്പിക്സും പിന്നെ എപ്പിക്കൽ ഹുക്ക് ഫോർമേഷനും. പിന്നെ എത്തിലീൻ വേറെ എന്ത്? സെനസെൻസ് ആബ്സിഷൻ ഓഫ് പ്ലാന്റ്സ് സഹായിക്കും, ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കും. പിന്നെ ഈ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന്റെ സമയത്ത് റെസ്പിറേഷൻ റേറ്റ് കൂട്ടും. ഈ റൈസ് ഇൻ റേറ്റ് ഓഫ് റെസ്പിറേഷനെയാണ് നമ്മൾ എന്ത് പറയാ? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയും. ഇനി ഈ സീഡും ബഡ് ഡോർമൻസിയും ബ്രേക്ക് ചെയ്ത് ഈ ജെർമിനേഷൻ ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. എന്തില്? പീനട്ട് സീഡ്സിലും സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സും ആണ്. പിന്നെ ഈ വാട്ടർ റൈസ് പ്ലാന്റ്സിൽ എന്ത്? റാപ്പിഡ് ഇന്റർനോഡ് അല്ലെങ്കിൽ പിറ്റിയോൾ ഇലോങ്ങേഷൻ ഉണ്ടാവും. പിന്നെ എത്തിലീൻ ഫ്ലവറിങ്ങിനും സിൻക്രൊനൈസിങ് ഫ്രൂട്ട് സെറ്റിനും പൈനാപ്പിൾസിനെ സഹായിക്കും. ഇൻഡ്യൂസസ് ഫ്ലവറിങ് ഇൻ മാംഗോ. പിന്നെ അഗ്രികൾച്ചറിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഏതാന്ന് ചോദിച്ചാൽ എന്താ? അതാണ് നമ്മുടെ എത്തിലീൻ. പിന്നെ എത്തിഫോൺ എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി ഇതിന്റെ ലിക്വിഡ് ഫോം ആണ്. അത് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് സഹായിക്കും. പിന്നെ ഫീമെയിൽ ഫ്ലവേഴ്സിന് കുക്കുംബേഴ്സിന് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാ? അതും നമ്മളുടെ എന്താ? എത്തിലീനാണ്. ഇനി ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡ് ആണ് നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്റർ തീരെയാണ് ആബ്സിസിക് ആസിഡ് കഴിഞ്ഞാൽ. എനിക്കറിയാം ഇത്തിരി ബോറിങ്, കുറെ മഗ്ഗപ്പ് ചെയ്യേണ്ട ചാപ്റ്റർ ആണ്, പക്ഷെ നിവൃത്തിയില്ല, നിങ്ങൾ പഠിച്ചേ പറ്റൂ. പക്ഷെ വെയിറ്റേജ് കുറവാണ് നീറ്റില് ചോദിക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്തതാണ് നമ്മളുടെ ആബ്സിസിക് ആസിഡ്. ഇതെന്താ? ആബ്സിക് ആസിഡും പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ അതില് ആക്ച്വലി അഡിക്കോട്ട് ആൻഡ് ഒക്കൂമ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ് ഈ ഒരു മെച്യൂർ കോട്ടൺ ഫ്രൂട്ട്സ് ഒരു സബ്സ്റ്റൻസ് ഒപ്റ്റെയിൻ ചെയ്ത് അതിന് ആബ്സിസിൻ എന്ന് പറഞ്ഞു. ഇനി ഇതിനെന്താ? ഡോർമിൻ എന്നും വേറൊരാൾ വിളിച്ചിരുന്നു, അതായത് വേറിങ് ആൻഡ് റോബിൻസൺ. ഇത് നോർത്ത് വെക്കേണ്ട ആരാ പറഞ്ഞെന്നൊന്നും ഞാൻ ഇതിന്റെ ഫങ്ഷൻസ് പറയാം. ഇത് ആക്ച്വലി ഓൾഡ് ലീവ്സും ഫ്രൂട്ട്സും ഓൾഡ് പാർട്സ് ഒക്കെ ഇല്ലേ, അതിന് സെനസെൻസിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ആബ്സിക് ആസിഡ്. അപ്പൊ ഇതിന് എന്ത് പറയും? സ്ട്രെസ് ഹോർമോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അഡ്വേഴ്സ് കണ്ടീഷൻസ്, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വരുമ്പോൾ ആ സ്ട്രെസ് ഒന്നും സഹായിക്കുന്നത് ആരാ? നമ്മളുടെ ആബ്സിക് ആസിഡ് ആണ്. ഇനി ഇതിന്റെ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് എന്താ? ഇതെന്ത് ചെയ്യും? ആബ്സിഷൻ ഇൻഡ്യൂസ് ചെയ്യും, അതായത് ഏജിങ് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ബഡും സീഡ് ഡോർമൻസി പ്രൊമോട്ട് ചെയ്യും, സെനസെൻസ് ഇൻഡ്യൂസ് ചെയ്യും, ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഇലോങ്ങേഷൻ, സൊമാറ്റിക് റോസിങ്, ഇതെല്ലാം ഇൻഹിബിറ്റ് ചെയ്യണം. എല്ലാം നെഗറ്റീവ് ഇഫക്ട്സ് ആണ്. ഡിലേ ഓഫ് ഫ്ലവറിങ്, ഇൻഹിബിഷൻ ഓഫ് സീഡ് ജെർമിനേഷൻ, ജിയോട്രോപ്പിസം ഇൻ റൂട്ട്സ്, ഗ്രോത്ത് ഇൻഹിബിഷൻ ഇൻ ഡക്വീഡ്, ഇതൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? എല്ലാം നെഗറ്റീവ്, എല്ലാം ഇൻഹിബിറ്റ് ചെയ്യണതാണ്. ഇതിന് 2 എസ്സേസ് ഉണ്ട്, ബയോ എസ്സേസ്. ഏതൊക്കെയാ? റൈസ് സീഡ്ലിംഗ് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റും ഇൻഹിബിഷൻ ഓഫ് ആൽഫ മൈലേസ് സിന്തസിസ് ഇൻ ബാർലി എൻഡോസ്പോം ടെസ്റ്റും. അപ്പൊ നമുക്ക് ആബ്സിസിക് ആസിഡ് കുറിച്ച് പഠിക്കാം. ഇനി ആബ്സിസിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്ന എന്തിനാ? ഓൾഡ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഓൾഡ് പാർട്സ് ആണ്, ബൈ മെവാലോണിക് ആസിഡ് പാത്വേ. ഇതിന്റെ എന്താ പറയാ ഫങ്ഷൻസ്? ഇൻഡ്യൂസ് ചെയ്യുന്ന ആബ്സിഷൻ ആണ്. പിന്നെന്ത് ചെയ്യും? ബഡ് ആൻഡ് സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? സെൽ ഡിവിഷൻ, സെനസെൻസ് ഇൻഡ്യൂസ് ചെയ്യും. ഡിലേ ഓഫ് ഫ്ലവറിങ് എന്തില്? ലോങ് ഡേ പ്ലാന്റ്സിൽ. പിന്നെ സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും.
ഇതിന്റെ ബയോ എസ്സേസ് ഏതാ ഞാൻ പറഞ്ഞു, റൈസ് സീഡ്ലിംഗ് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ് ആണ്. അതാണ് റൈസ് സീഡ്ലിംഗ് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ്. പിന്നെന്താ, ഇൻഹിബിഷൻ ഓഫ് ആൽഫ അമൈലേസ് സിന്തസിസ്. ഓക്കെ, അങ്ങനെ എന്തായി നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതായത് എന്താ, നമ്മളെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ ഇരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ NCERT നോക്കാം. അതായത് ആപ്സിക് ആസിഡിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. അതായത് സമ്മറൈസ് ചെയ്തു. ഈ പാരഗ്രാഫ് പഠിക്കുന്നതിനേക്കാൾ നല്ലതാ ഞാൻ എഴുതി വെച്ച പോയിന്റ്സ് പഠിക്കാവുന്നതാണ്. ഇനി ആപ്സിക് ആസിഡ് ഡിസ്കവർ ചെയ്ത് എന്തിനാ, ഈ ഡിസ്കവർ ചെയ്ത് എന്ത് റോളിന് വെച്ചിട്ടാണ്, ഈ റെഗുലേറ്റിംഗ് ആബ്സിഷൻ ഡോർമൻസി ആണ്. പിന്നെ ഇത് ആക്ച്വലി പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്, ഇൻഹിബിറ്റർ ഓഫ് പ്ലാൻ മെറ്റബോളിസം. എല്ലാ സാധനവും ഇൻഹിബിറ്റ് ചെയ്യും, സീഡ് ജെർമിനേഷൻ ആയിക്കോട്ടെ, ടൊമാറ്റോ ക്ലോഷർ. പിന്നെ പക്ഷെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞ എന്താ, ഇറ്റ് ഇൻക്രീസസ് ദ ടോളറൻസ് ഓഫ് എന്താ പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ് ആണ്. അത് കാരണം ഇതിന് എന്ത് പറയും, സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും അവര്, ഡോർമൻസി, സീഡ് ഡെവലപ്മെന്റ് ഒക്കെ ഡോർമൻസി ഉണ്ടാക്കും, ഇൻഡ്യൂസസ് ഡോർമൻസി. പിന്നെ ഇത് ആക്ച്വലി നമ്മൾ ഗിബർലിക് ആസിഡിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈസി ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ഈസി ആണ്, പക്ഷെ കുറെ മഗ്ഗപ്പിയാണ്, ബൈഹാർട്ടിയാണ്. ഇതിൽ മനസ്സിലാക്കി പഠിക്കാനൊന്നുമില്ല, ഇത്തിരി ഡ്രൈ ചാപ്റ്റർ ആണ്. ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ പോലെ എന്താ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താ, നമുക്ക് NCERT എക്സസൈസ് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിഫൈൻ ഗ്രോത്ത്, ഡിഫറൻഷിയേഷൻ, ഡെവലപ്മെന്റ്, ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ, പിന്നെ ഡിറ്റർമിനേറ്റ് ഗ്രോത്ത്, മെരിസ്റ്റം ആൻഡ് ഗ്രോത്ത് റേറ്റ്. ഇതെല്ലാം എന്ത് NCERT ഉണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ NCERT നോക്കി വയ്ക്കാം. ഞാൻ ഇതിൽ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അതായത് വൈ ഇസ് നോട്ട് എനി വൺ പാരാമീറ്റർ ഗുഡ് ഇനഫ് ടു ഡെമോൺസ്ട്രേറ്റ് ഗ്രോത്ത് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. അതായത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ പല ഓർഗൻസിന്റെ പാർട്സ് ഉണ്ട്. അതായത് റൂട്ട്സ്, സ്റ്റെം അല്ലെങ്കിൽ ലീവ്സ്. അപ്പോൾ ഇവര് പല സ്റ്റേജസ് ഓഫ് സൈക്കിളിലാണ് ഇവരൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരു പാരാമീറ്റർ മാത്രം ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. അതാണ് ഞാൻ റൂട്ട്സ് മാത്രം ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യാൻ റൂട്ട്സിനെ മാത്രം പഠിച്ചു. പക്ഷെ റൂട്ട്സ് സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി വളരും, പിന്നെ വളരില്ലല്ലോ. അപ്പൊ നമ്മൾ പ്ലാന്റ് വളർന്നോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് കാരണം എന്താ, ഇത് കാരണമാണ് പല പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രോത്ത് പഠിക്കാൻ സഹായിക്കും. ഇനി അടുത്ത എന്താ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി അരിത്മെറ്റിക് ഗ്രോത്ത്. ഇത് ഞാൻ പറഞ്ഞു, ജോമെട്രിക് ഗ്രോത്ത്, സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ഇതിൽ കിട്ടും, ജോമെട്രിക് ഗ്രോത്തിൽ കിട്ടും, ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്സ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, list five main groups of natural plant growth regulators. അതൊക്കെ ഓക്സിൻ, ഗിബറലിൻസ്, സൈറ്റോകൈനിൻസ്, ആബ്സിസിക് ആസിഡ് ആൻഡ് എത്തിലീൻ. പിന്നെ അവരുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഡിസ്കവർ ചെയ്താൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പൊ പഠിപ്പിച്ചോളൂ, അത് നിങ്ങൾ എഴുതി വെച്ചോളണം. ഇനി വൈസ് ആബ്സിസിക് ആസിഡ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. കാരണം എന്താ, അത് സ്ട്രെസ് ഉള്ള സമയത്ത് പ്രൊട്ടക്ട് ചെയ്യും നമ്മളുടെ എന്തിന്, പ്ലാന്റ്സിന്. ഇനി വൈസ് ബോത്ത് ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് ആർ ഓപ്പൺ. അതിനെ കമന്റ് ചെയ്യണം. അത് ആക്ച്വലി പ്ലാൻ ഗ്രോത്ത് തന്നെ ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഹയർ പ്ലാന്റ്സിന് സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്, മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. അത് എന്തിനു സഹായിക്കും, ഈ ന്യൂ സെൽ ഫോർമേഷന് സഹായിക്കും. Formation of plants is built on a modular fashion where structure is never complete because of the tips. ഈ ഷോർട്ട് ഡേ പ്ലാൻ, ലോങ് ഡേ പ്ലാന്റ് നമുക്ക് ആവശ്യമില്ല, അത് ഈ ചാപ്റ്ററിൽ ഇല്ല, അത് ഇപ്പോഴത്തെ സിലബസിൽ കട്ട് ചെയ്തു. ഇനി ഇതാ ഡയറക്റ്റ് ഇതാണ് എന്താ പറയാ, MCQ ടൈപ്പ്. ഏത് ഹോർമോണാണ് റൂട്ടിങ് ഇൻഡ്യൂസ് ചെയ്യണ സഹായിക്കുക, അത് ഓക്സിൻസ് ആണ്. ഇനി റൈപ്പൻ ചെയ്യാൻ, ഫ്രൂട്ട് റൈപ്പനിങ് നമ്മളിപ്പോ പഠിച്ചുള്ളൂ, എത്തിലീൻ. പിന്നെ ലീവ് സെനസൻസ് ഡിലേ ചെയ്യാൻ സൈറ്റോകൈനിൻസ്.
പിന്നെ ഇൻഡ്യൂസ് ഗ്രോത്ത് ഇൻ ആക്സിലറി ബഡ്സ് ഉണ്ട്, സൈറ്റോകൈനിൻസ്, ബോൾട്ട് റോസറ്റ് പ്ലാന്റ് ഞാൻ പറഞ്ഞു, ഗിബർലിൻസ്, ഇൻഡ്യൂസ് ഇമ്മീഡിയറ്റ് സ്റ്റൊമാറ്റോ ക്ലോഷർ, അതേതാണ്, ആബ്സിക് ആസിഡ്. ഇനി വുഡ് ഡീഫോളിയേറ്റഡ് പ്ലാന്റ് റെസ്പോണ്ട് ടു ഫോട്ടോ പീരിയോഡിക് സൈക്കിൾ, അതും ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എന്താ ഗിബർലിക് ആസിഡ് ഇസ് അപ്ലൈ ടു റൈസ് സീഡ്ലിങ്സ്? അപ്പൊ എന്ത് ചെയ്യും, ഈ കോളിയപ്റ്റൈല് ഇലോങ്ങേറ്റ് ചെയ്യും, ഡിവൈഡിങ് സെൽസ് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്ത് എന്തുണ്ടാവും, കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവും, കാലസ് എന്നാ പറയുന്നത്. ഇനി റോട്ടൺ ഫ്രൂട്ട് ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് അൺറൈപ്പ് ഫ്രൂട്ട്സ് ആകുമ്പോൾ എന്തുണ്ടാവും, ഈ ഇൻക്രീസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടാവും, കാരണം റോട്ടൺ ഫ്രൂട്ട് മെത്തിലീൻ സെക്രീറ്റ് ചെയ്യും. യു ഫോർഗെറ്റ് ടു ആഡ് എന്താ സൈറ്റോകൈനിൻ ടു കൾച്ചർ മീഡിയം. അപ്പൊ എന്തുണ്ടാവും, സെൽ ഡിവിഷൻ റിട്ടാർഡ് ചെയ്യും, ഷൂട്ടും ഇനീഷ്യേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അതായത് ഇതിൽ മെയിനായി പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഹോർമോൺസിന്റെ ഫങ്ഷൻസ്, അത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്, അപ്പൊ അത് പഠിച്ചു വെക്കണം. പിന്നെ ഗ്രോത്ത് പഠിക്കണം, ഗ്രോത്ത് റേറ്റ് പഠിക്കണം, മറ്റേ ഗ്രാഫ് പഠിക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.